ഫിലിമിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നറൂട്ടോ ആൻഡ് ടീമിനെ ആയിരിക്കും കാണിക്കുക. അവരാണെങ്കിൽ പുതിയൊരു മിഷൻ അത് ഏറ്റെടുത്ത് പോവാണ്. സാസുക ഇപ്പോൾ അവരോടൊപ്പം ഇല്ല. സോ അതിനു പകരം ലീ ആയിരിക്കും ഒരു നല്ല സോൾജിയർ ആയിട്ട് അവരുടെ കൂടെ ഉണ്ടാവുക. ലീ, സാക്കുറ, നറൂട്ടോ, കാക്കാഷി മാസ്റ്റർ ഇവർ ഇത്രയും പേര് ചേർന്ന് പുതിയ മിഷൻ ഏറ്റെടുത്ത് അത് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെ നടന്നു പോകും. അവരുടെ മിഷൻ അത് മറ്റൊന്നുമല്ല, ഒരു പ്രിൻസിനെയും അവന്റെ ആൾക്കാരെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. സോ അതനുസരിച്ച് അവരാണെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകളുടെ അടുത്തേക്ക് വരും. ഒരു ഉണ്ടപ്പനാണെങ്കിൽ പുറത്തേക്ക് വന്ന് പറയും, ഓ ഇത്രയും ചെറിയ പൊടി പയ്യന്മാരാണോ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്? പെണ്ണിനെ കാണുമ്പോൾ തന്നെ അറിയാം ഇവൾക്ക് ഒട്ടും പവറില്ലാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പം നമ്മുടെ സാക്കുറയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. സാക്കുറ അവളുടെ പവർ ഉപയോഗിച്ച് അവൻ്റെ ഒരു വിരൽ തന്നെ നൈസായിട്ട് ഒട്ടിക്കുകയാണ്. അവനാണെങ്കിൽ വേദനയിൽ അങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കും. അതിന് കാക്കാഷി ആണെങ്കിൽ ആളോട് സോറി പറയും. ആക്ച്വലി അവളുടെ പവർ ഒരല്പം കൂടുതലാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് കട്ട സപ്പോർട്ട് തരും. ഉടനെ അവന്റെ മകൻ ലിറ്റിൽ പ്രിൻസ് അവൻ പുറത്തേക്ക് വരും. അവനും നമ്മുടെ ആൾക്കാരെയും അവരുടെ ലുക്കൊക്കെ കണ്ട് കളിയാക്കാനായിട്ട് ആരംഭിക്കും. കൺട്രോൾ പോയ നറൂട്ടോ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടുകയാണ്. കാക്കാഷി ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പൊ നറൂട്ടോയെ ഒരു വിധത്തിൽ സമാധാനിപ്പിക്കും. അതിനുശേഷം മിഷനൊക്കെ ഏറ്റെടുത്ത് അവരവരുടെ യാത്ര അത് ആരംഭിക്കുകയാണ്. അവരല്പദൂരം മുൻപോട്ടേക്ക് പോകും. അടുത്ത നിമിഷം ഒരു വലിയ ടീം അവിടേക്ക് ചാടി വീണ് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാര്യമായിട്ട് വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അവരുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. സാക്കുറയ്ക്ക് നേരെ ഒരുത്തൻ ആയുധമായിട്ട് എടുത്തു ചാടും. അത് കണ്ട കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് അവന്റെ ദേഹത്ത് കത്തി കുത്തി ഇറക്കി കൊന്ന് തള്ളുകയാണ്. മറ്റൊരു ഭാഗത്തൊരു സോൾജിയർ ആണെങ്കിൽ നറൂട്ടോയെ എടുത്ത് തൂക്കി എറിയും. അവൻ നിലത്ത് പോയി ആഞ്ഞടിച്ച് അവന്റെ തല മുറിയാണ്. ആ വില്ലനാണെങ്കിൽ വീണ്ടും നറൂട്ടോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് അവനെ പുറഞ്ഞ് തല്ലിക്കൊല്ലും. മറ്റൊരു ഭാഗത്ത് റോക്ക്ലി അവന്റെ ടൈ ജിപ്സു അതുപയോഗിച്ച് ഒരുപാട് വില്ലന്മാരെ മിരട്ടി ഓടിക്കും. പക്ഷെ എന്താ, ആ പ്രിൻസിന്റെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ ആ വില്ലന്മാരെ കണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ ഇപ്പൊ ആ വില്ലന്മാരെ എല്ലാവരെയും തുരത്തി ഓടിച്ചു. ഇവിടെ പ്രിൻസും ആളുടെ മകനും അവർ രണ്ടുപേരും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പരസ്പരം കുശലം പറഞ്ഞു ഗെയിം കളിച്ചും അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. നൈറ്റ് ആവുമ്പോൾ അവരൊരു പ്രത്യേക ഭാഗത്തേക്ക് വന്ന് റെസ്റ്റ് എടുക്കും. ഭക്ഷണം കഴിച്ച് ഒരു സമാധാനമായിട്ട് ഉറങ്ങുകയാണ്. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ നറൂട്ടോയ്ക്ക് ഉറക്കം വരില്ല. അവൻ എഴുന്നേറ്റിരുന്ന് മോണിനെ നോക്കിയിരിക്കും. നെക്സ്റ്റ് ഡേ കാക്കാഷി അദ്ദേഹമാണെങ്കിൽ ആ പ്രിൻസുമായിട്ട് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. അവരങ്ങനെ ഫ്രണ്ട്ലി ടോക്ക് നടത്തുമ്പോൾ ഇവിടെ നറൂട്ടോ ആ ചെറിയ പയ്യനോട് ആ ഗെയിമിനെ കുറിച്ച് ചോദിക്കും. പയ്യനാണെങ്കിൽ വളരെ അറഗൻ്റായിട്ട് മറുപടി പറയും, നിന്നെ പോലുള്ള വിഡ്ഢികൾക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ കഴിയില്ല, നിനക്ക് സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, എന്നെ പോലുള്ളവർക്ക് മാത്രമേ ഈ ഗെയിം കളിച്ച് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ നറൂട്ടോയെ കളിയാക്കും. അത് കേൾക്കുമ്പോൾ നറൂട്ടോയ്ക്ക് ഒരുപാട് വിഷമം. ആ പ്രിൻസ് ആണെങ്കിൽ നിർത്താതെ അവനെ കളിയാക്കുന്നത് കേട്ട് കൺട്രോൾ പോയ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കും. അത് കണ്ട കാക്കാഷി ആണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യും. പ്രിൻസ് ആണെങ്കിൽ കാക്കാഷിയോട് ചോദിക്കും, നിങ്ങളുടെ ഇവിടെയും കിങ്ങിന്റെ ഭരണം തന്നെയാണോ? അതിന് കാക്കാഷി പറയും, അല്ല, ഞങ്ങൾ ഭരിക്കുന്നത് ഹൊക്കാഗയാണ്, ഞങ്ങളുടെ അടുത്ത ജനറേഷൻ ഹൊക്കാഗ അത് മറ്റാരുമല്ല ഈ നറൂട്ടോ കുട്ടപ്പനാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഫണ്ണിയായിട്ട് കടന്നു വരും. അല്പസമയം കഴിഞ്ഞ് ആനിമൽസിനെ എല്ലാം വെച്ച് സർക്കസ് അവതരിപ്പിക്കുന്ന ഒരു സർക്കസിലേക്ക് അവർ കടന്നു വരികയാണ്. എല്ലാവരും ആകാംക്ഷയോട് കൂടെ ആനിമൽസിന്റെ ഓരോരോ അഭ്യാസങ്ങൾ കണ്ടു നിൽക്കും. അല്പസമയം കഴിഞ്ഞ ഒരു ലയണും ഒരു മങ്കിയും അവറ്റുകൾ രണ്ടും ഇപ്പൊ സർക്കസ് കൂടാരത്തിലേക്ക് വന്ന് ഒരുപാട് വിദ്യകൾ കാണിക്കാനായിട്ട് തുടങ്ങും. ആ മങ്കി ആണെങ്കിൽ കയ്യിൽ ഒരു ആപ്പിൾ പിടിച്ചു നിൽക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരാള് അമ്പ് വെച്ച് ആ ഒരു ആപ്പിളിനെ കൊള്ളിക്കുകയാണ്. അത് കണ്ട ആ ലിറ്റിൽ പ്രിൻസ് അവനാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് വെച്ച് ആ ആപ്പിളിനെ കറക്റ്റായിട്ട് എയിം ചെയ്ത് അടിക്കുകയാണ്. ഹോസ്റ്റിനാണെങ്കിലും നമ്മുടെ ആൾക്കാർക്കും അതുകൊണ്ട് ഭയങ്കര അത്ഭുതം. ഓ നോ, നിന്നെ കൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഓക്കെ, കുഴപ്പമില്ല, നിനക്ക് ഞങ്ങൾ പുതിയൊരു ടാസ്ക് തരാമെന്ന് പറഞ്ഞ് ആ ലയണിനെ കൊണ്ട് വളരെ സ്പീഡിൽ ഓടിക്കും. ഇനി നിന്നെ കൊണ്ട് ആ ഒരു ആപ്പിളിനെ എയിം ചെയ്ത് അടിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അതിനാൽ ലിറ്റിൽ പ്രിൻസ് ആണെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ യാതൊരു കൂസലും ഇല്ലാതെ വീണ്ടും അമ്പ് അങ്ങനെ ആ ആപ്പിളിന് നേരെ എയിം ചെയ്യുകയാണ്. അവനാണെങ്കിൽ ആ ഒരു വെല്ലുവിളി അത് ഏറ്റെടുത്ത് കറക്റ്റായിട്ട് ആ ആപ്പിളിൽ ആഞ്ഞടിക്കുകയാണ്. ആ ഹോസ്റ്റ് നിനക്ക് എന്ത് വേണമെങ്കിലും റിവാർഡായിട്ട് ചോദിക്കാമെന്ന് പറയും. അതിനവൻ പറയും, എനിക്ക് വേണ്ടത് ഒരു ലയണിനെയാണ്. അത് കേട്ട് ആ ഹോസ്റ്റ് ഞെട്ടും. ആക്ച്വലി അത് ഞങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ഷോയുടെ മെയിൻ അട്രാക്ഷൻ ആണ്, മാത്രമല്ല അത് അഗ്രസീവ് ആണ്, മറ്റാർക്കും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. ഉടനെ ആ ഉണ്ടപ്പനാണെങ്കിൽ ആ സർക്കസ് മുഴുവനായിട്ടും വിലയ്ക്ക് വാങ്ങുകയാണ്. അതിനുശേഷം അവരോടൊപ്പം തന്നെ ആ സർക്കസ് ക്യാമ്പ് കംപ്ലീറ്റ് ആയിട്ട് പാക്കപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ ആൾക്കാർക്കാണെങ്കിൽ അതെല്ലാം കണ്ട് ഭയങ്കര അത്ഭുതം തോന്നും. മറ്റൊരു ഭാഗത്ത് ആ ഒരു ലിറ്റിൽ പ്രിൻസ് അവനാണെങ്കിൽ ആ ഒരു കടുവയുടെ അടുത്തേക്ക് വന്ന് അത് കഴിക്കാനായിട്ട് ഒരാപ്പിള് അതിന് നേരെ നീട്ടും. അടുത്ത സെക്കൻഡ് അത് വെറിയായി ഇപ്പം അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചാടി വീഴുകയാണ്.
ചുറ്റുമുള്ളവർക്കാണെങ്കിൽ പ്രിൻസിനെ എങ്ങനെ സേവ് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ പേടിച്ച് ദൂരേക്ക് മാറി നിൽക്കും. ആ സമയത്ത് നമ്മുടെ നറൂട്ടോ അവൻ എടുത്ത് ചാടി വന്ന് പ്രിൻസിനെ അങ്ങനെ തൂക്കിയെടുത്ത് ബാക്കി ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. അത് കണ്ട സർക്കസിന്റെ ഓണേഴ്സ് അവർ വന്ന് ആ ഒരു വലിയ അനിമലിനെ അതിനെ ലോക്ക് ചെയ്യാണ്. ഇവിടെ ലിറ്റിൽ പ്രിൻസ് ആണെങ്കിൽ നറൂട്ടോയെ തള്ളി മാറ്റി അങ്ങനെ ഉഷാറായിട്ട് ഓടും. നറൂട്ടോയ്ക്ക് ആണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് ദേഷ്യം തോന്നുകയാണ്. ഓ നോ, നിനക്ക് എന്നോട് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ ചോദിച്ച് അവൻ ദേഷ്യപ്പെട്ട് നിലവിളിക്കും. പക്ഷെ അവൻ മറുപടി ഒന്നും പറയില്ല. അവരുടെ യാത്രയാണെങ്കിൽ വീണ്ടും മുൻപോട്ടേക്ക് പോകും. ഇനി കപ്പലിലാണ് അവർക്ക് ട്രാവൽ ചെയ്യേണ്ടത്. അവരാണെങ്കിൽ ഇപ്പോ അവരുടെ അമ്മയെ കാണാനായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരും. ആ ചുന്ദർ ലേഡി ആ ഉണ്ടപ്പനെ മൈൻഡ് ചെയ്യാതെ ലിറ്റിൽ പ്രിൻസിന്റെ അടുത്തേക്ക് വന്ന് അവനെ ചേർത്ത് പിടിക്കുകയാണ്. അവരെ കാണുമ്പോൾ ലിറ്റിൽ പ്രിൻസിനും ഒരുപാട് സന്തോഷം. ഉണ്ടപ്പനാണെങ്കിൽ വീണ്ടും വീണ്ടും അവൾക്ക് ഫ്ലവർ ഒക്കെ കൊടുത്ത് അവളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആക്ച്വലി ആ ഉണ്ടപ്പനാണ് അവളുടെ ഹസ്ബൻഡ്. അവൻ വളരെ പണ്ട് വളരെ സ്ലിം ആയിട്ട് 6 പാക്ക് ബോഡിയൊക്കെ ആയിട്ട് വളരെ സ്മാർട്ടായിരുന്നു. അവർ രണ്ടുപേരും ലൈഫിലുണ്ടായിരുന്ന വലിയൊരു പ്രശ്നത്തെ ചൊല്ലിയാണ് വർഷങ്ങൾക്ക് മുൻപ് പിരിഞ്ഞത്. അവനാണെങ്കിൽ അവൾ ഒരുപാട് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എങ്ങനെയെങ്കിലും തിരികെ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ഓഫർ ചെയ്യും. അവസാനമായിട്ട് ഒരുപാട് പണം. കേട്ട് കൺട്രോൾ പോയ അവളാണെങ്കിൽ അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. അടികെട്ടി അവൻ തെറിച്ച് താഴെ വീഴും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു കപ്പലിൽ യാത്ര ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും കപ്പലിലേക്ക് ഒന്നൊന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ലിറ്റിൽ പ്രിൻസ് ആണെങ്കിൽ അല്പനേരം ഗെയിം കളിക്കും. അതിനുശേഷം നറൂട്ടോയെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. ഇവിടെ നറൂട്ടോ അവൻ സാക്കുറയായിട്ട് കാര്യമായിട്ട് സംസാരിച്ച് അങ്ങനെ റാമൻ തിന്നുമ്പോഴായിരിക്കും ആ പയ്യൻ അവിടേക്ക് വരിക. അവനാണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് ചോദിക്കും, നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കൂടെ, എന്നും നമുക്ക് ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. നറൂട്ടോയ്ക്കാണെങ്കിൽ അവനോട് ഒരുപാട് ദേഷ്യം തോന്നും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിന്നോട് ഒരു കാരണവശാലും സംസാരിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നടന്നു പോവാണ്. അതിന് ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് അത് നറൂട്ടോയുടെ തലയിൽ ലക്ഷ്യമാക്കി ആഞ്ഞടിക്കുകയാണ്. കൺട്രോൾ പോയ നറൂട്ടോ അവൻ ഫുൾ കലിപ്പില് ആ കുഞ്ഞിപ്പയ്യനെ തൂക്കിയെടുത്ത് അറഞ്ച പുറഞ്ച അടിക്കും. ഉടനെ സാക്കുറയാണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പൊ നറൂട്ടോയെ ഇടിച്ച് തെറിപ്പിക്കും. പിന്നീട് അവനെ ഷിപ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ചെയ്തത് വലിയ തെറ്റാണ്. ഒരു കാരണവശാലും ലിറ്റിൽ പ്രിൻസിനെ അറ്റാക്ക് ചെയ്യാൻ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. അവനോട് തീർച്ചയായിട്ടും നീ സോറി പറയണമെന്നൊക്കെ പറഞ്ഞ് അവൾ ചിക്കൻ പീസൊക്കെ കാണിച്ച് ഇപ്പൊ നമ്മുടെ നറൂട്ടോയെ വെറുപ്പിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലിറ്റിൽ പ്രിൻസ് അവനാണെങ്കിൽ ഒരു ആപ്പിൾ എടുത്ത് ആ കുരങ്ങനെ കൊടുക്കും. പിന്നീട് മറ്റൊരു ആപ്പിൾ എടുത്ത് വീണ്ടും അവൻ ആ ടൈഗറിന്റെ അടുത്തേക്ക് പോവാണ്. അത് ഇത്തവണയും അവനെ മിരട്ടി ഓടിക്കും. സോ അവനാണെങ്കിൽ അതിനോടൊരല്പം ദേഷ്യം തോന്നുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ കാക്കാഷി അവനാണെങ്കിൽ ടെൻഷനായി ദൂരേക്ക് നോക്കും. കാരണം ക്ലൈമറ്റ് അതെല്ലാം തന്നെ ചേഞ്ച് ആവുകയാണ്. അല്പസമയം കൊണ്ട് തന്നെ അവിടെ ശക്തമായിട്ട് മഴ പെയ്ത് ഇപ്പൊ ആ കടല് അതങ്ങനെ വലിയ തിരയൊക്കെ അടിച്ച് കപ്പൽ ആട്ടി ഒലയാണ്. ആ സർക്കസ് ആനിമല് അവറ്റകള് അപകടത്തിലാണെന്നുള്ള കാര്യം ആ പ്രിൻസിനെയും കുഞ്ഞി പ്രിൻസ് അപ്പം പ്രിൻസിനെയും ലിറ്റിൽ പ്രിൻസിനെ അറിയിക്കും. ലിറ്റിൽ പ്രിൻസ് പറയും, അതിന് കുഴപ്പമൊന്നുമില്ല, അവറ്റകൾ ചാവുകയാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ ആക്കുറയാണെങ്കിൽ നറൂട്ടോയുടെ കെട്ട് അത് അഴിച്ചുവിടും. അടുത്ത നിമിഷം നറൂട്ടോ അവൻ ദേഷ്യപ്പെട്ട് ഇപ്പൊ ലിറ്റിൽ പ്രിൻസിനോട് പറയും, നിനക്ക് ഇഷ്ടം തോന്നിയപ്പോ ആ സർക്കസിലുള്ള ആനിമൽസിനെ നീ വാങ്ങിച്ചു. ഇപ്പൊ അവറ്റകള് അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോ നിനക്ക് അവറ്റകളെ വേണ്ടാതായല്ലേ. സത്യത്തിൽ നീ ഒരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞ് അവനെ ഇട്ടിച്ച് ദൂരേക്ക് തള്ളിയിട്ട് നറൂട്ടോ അവറ്റകളെ സേവ് ചെയ്യാനായിട്ട് അവിടുന്ന് അങ്ങനെ ഉഷാറായിട്ട് ഓടിപ്പോവും. ലിറ്റിൽ പ്രിൻസ് ആണെങ്കിൽ ഇപ്പൊ ആ ഒരു കടുവയുടെ അടുത്തേക്ക് വരികയാണ്. അവൻ അതിനെ രക്ഷപ്പെടുത്താനായിട്ട് അതിന്റെ തൊട്ടടുത്തേക്ക് വരും. പതിയെ അവനെ കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ഒരു വമ്പൻ തിര വന്ന് അടിച്ച് ഇപ്പൊ കടുവയും ലിറ്റിൽ പ്രിൻസും അവർ രണ്ടുപേരും കടലിലേക്ക് തെറിച്ചു പോകും. അത് കണ്ട നറൂട്ടോ ആണെങ്കിൽ ക്ലൗൺസുകളെ എല്ലാം ഉപയോഗിച്ച് ഇപ്പൊ അവർ രണ്ടുപേരെ സേഫ് ആക്കി കപ്പലിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഇപ്പൊ പ്രിൻസും ആനിമലും മങ്കിയും എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കുകയാണ്. പ്രിൻസ് ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് സോറി പറയും, നീ എപ്പോഴും എൻ്റെ ഒരു നല്ല ഫ്രണ്ടായി എന്നോടൊപ്പം ഉണ്ടാവണം. എന്നോടൊപ്പം ഉണ്ടായില്ലെങ്കിലും നീ നിന്റെ മനസ്സിൽ എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് തന്നെ കരുതണം. അതിന് നറൂട്ടോയും ഓക്കെ പറയും. സാക്കുറയും ലീയും കാക്കാഷിയും എന്നിങ്ങനെ എല്ലാവരും അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എൻഷുർ ചെയ്യുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ആൾക്കാരെല്ലാവരും അവരുടെ കാസ്റ്റിലേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും അവർക്കൊരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ കാസ്റ്റിലെ മിനിസ്റ്റർ അവൻ ഉണ്ടപ്പനോടും ആ ലിറ്റിൽ പ്രിൻസിനോടും വിളിച്ചു പറയാ, നിങ്ങളുടെ പപ്പ അദ്ദേഹം മരണപ്പെട്ടു. ഇനി ഈ ഒരു ഐലാൻഡും ഈ സിംഹാസനവും അതെല്ലാം എനിക്കാണ്. നിങ്ങളെ ഞാൻ ഇവിടുന്ന് ജീവനോടുകൂടെ പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞ് ആളുടെ അസിസ്റ്റൻസിനെ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്ത് ആ ഒരു കുതിരവണ്ടിയിലേക്ക് കയറ്റും. അതേസമയം കോറുക അവൻ അവിടേക്ക് വന്ന് ആ വില്ലന്മാർ സോൾജേഴ്സിനെ അറ്റാക്ക് ചെയ്യാണ്. ആക്ച്വലി ഇവനും ആ മിനിസ്റ്ററിന്റെ ഓപ്പോസിറ്റ് ആണ്. ആകാശി ആണെങ്കിൽ ഇപ്പോ ആ ഒരു
കൊറോഗയോട് വിളിച്ചു പറയും, നീ എത്രയും വേഗം അവർ രണ്ടുപേരെ സേഫാക്കി ഇവിടുന്ന് കൊണ്ടുപോകണം. ഞാൻ ലീവ് ഷിനോബിയാണ്, ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളാണ് ഞാനെന്ന് പറയും. അത് കേട്ട് അവനാണെങ്കിൽ ഇപ്പൊ ആ ഒരു വണ്ടിയുമായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. ആ സമയം അവന്റെ ലെഫ്റ്റ് ഐ അത് ഓപ്പൺ ചെയ്ത് എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യും. ഇവിടെ അവരാണെങ്കിൽ വലിയൊരു മലമുകളിലേക്ക് വരികയാണ്. അപ്പൊ അവർ കാണും അവരുടെ കിങ് അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ കിടക്കുകയാണ്. പപ്പ എന്നും ഗ്രാൻഡ് പ എന്നും വിളിച്ച് അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടും. ആക്ച്വലി ആ ഒരു ചീഫും അവന്റെ അസിസ്റ്റൻസും ഒരുപാട് നാളായി ആ ഒരു സിംഹാസനത്തിന് വേണ്ടി കിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മകൻ പ്രിൻസും ലിറ്റിൽ പ്രിൻസും അവിടുന്ന് കടന്നുപോയ ഗ്യാപ്പില് ആ ഒരു ചീഫ് കിങ്ങിന്റെ സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്ത് ആ കാസ്റ്റിൽ ഇടം നേടി രാജഭരണം അത് പിടിച്ചെടുത്തു. ചീഫ് ആണെങ്കിൽ ഹയർ ചെയ്ത ചില ഷിനോബികളെ അവരുപയോഗിച്ച് ഇപ്പൊ കിങ്ങിന്റെ ഹാഫ് ബോഡി കല്ലാക്കി മാറ്റിയിരിക്കുകയാണ്. ആക്കുറാണെങ്കിൽ ആ ബ്ലാങ്കറ്റ് അത് റിമൂവ് ചെയ്ത് ആ ഒരു അവസ്ഥ കണ്ട് ഷോക്കാവും. പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു മെഡിക്കൽ നിഞ്ചയാണ്, എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് അത് ഞാൻ ചെയ്യാമെന്ന് പറയും. ഇപ്പൊ അവരാണെങ്കിൽ ആ ഒരു ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റ് ഐലാൻഡിലേക്ക് പോയി അവിടെയുള്ള കിങ്ങിന്റെയും സോൾജിയേഴ്സിന്റെയും സഹായം തേടാനാണ് നമ്മുടെ ആൾക്കാരുടെയും ഉണ്ടപ്പന്റെയും ജൂനിയർ പ്രിൻസിന്റെയും ഒക്കെ തന്നെ പ്ലാൻ. സോ അവരാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാരുടെ കണ്ണിൽ പെടാതെ ബോട്ടിൽ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ആ വില്ലൻ ഷിനോബികൾ അവറ്റകൾ അവിടേക്ക് വന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. നമ്മുടെ ആൾക്കാരെല്ലാവരും അവരുമായിട്ട് നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ചെമ്പമുടി വില്ലനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കക്കാഷിയുടെ ഒരു കൈ അത് കല്ലാക്കി മാറ്റുകയാണ്. അത് കണ്ട് കൊറേഗോ അവൻ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ ആ വില്ലനെ ചവിട്ടി തെറിപ്പിക്കും. പക്ഷേ വില്ലനാണെങ്കിൽ കൊറോഗയെ പിടിച്ചു വലിച്ച് അവന്റെ ബോഡി മുഴുവൻ തന്നെ കല്ലാക്കി മാറ്റുകയാണ്. അതിനുശേഷം അവന്റെ കത്തി വെച്ച് ഒരൊറ്റ വെട്ട് അവൻ മുഴുവനായിട്ടും തകർത്തില്ലാതാവും. നമ്മുടെ ആൾക്കാർ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. മറ്റൊരു ഭാഗത്ത് സാക്കുറയും വേറൊരു ഭാഗത്ത് നറൂട്ടോയും അവർ രണ്ടുപേരെയും ഓരോരുത്തർ അറ്റാക്ക് ചെയ്യുകയാണ്. അതേസമയം വേറൊരുത്തൻ അവൻ ആ ബോട്ടിലേക്ക് വന്ന് ലിറ്റിൽ പ്രിൻസിനെ അവനെ പിടിച്ചു വലിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവന്റെ കയ്യിലുള്ള അമ്പൊക്കെ എഴുതി നോക്കും, പക്ഷേ അവന് രക്ഷയില്ല. ആ ലിറ്റിൽ പ്രിൻസിന്റെ നിലവിളി കേൾക്കേണ്ട താമസം ലൂഫിയുടെ ബോഡിയിലുള്ള ആ നയൻ ടെയിൽ അത് അവേക്കനാവുകയാണ്. അവന്റെ നയൻ ടെയിൽ പവർ ഉപയോഗിച്ച് ആ വില്ലന്മാരെ എല്ലാവരെയും അടിച്ച് തെറിപ്പിക്കും. പക്ഷെ എന്താ, ആ ഗ്യാപ്പിൽ വില്ലന്മാര് ഉണ്ടപ്പനെ അവനെ തട്ടിക്കൊണ്ടുപോകും. ഇവിടെ ആ ലിറ്റിൽ പ്രിൻസ് ആണെങ്കിൽ ഉണ്ടപ്പന്റെ പേര് വിളിച്ച് നിലവിളിച്ച് കരയാണ്. അതേസമയം ചീഫ് അവൻ ദേഷ്യപ്പെട്ട് പറയും, നിന്റെ പപ്പ ആളെപ്പോഴും ജനങ്ങൾക്ക് ഫേവർ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ജനങ്ങൾക്കുണ്ടായിരുന്ന തീരുവ അതുപോലും അദ്ദേഹം നന്നായിട്ട് കുറച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന സാലറി, ഞങ്ങൾക്ക് കിട്ടുന്ന പണത്തിന്റെ അളവിൽ പോലും വലിയ കുറവുണ്ടാക്കി. അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തോട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എങ്കിലും കുഴപ്പമില്ല, നീ ഒരു നല്ല പയ്യനാണെന്ന് എനിക്കറിയാം. ഇനി മുതൽ ഞാനാണ് ഇവിടുത്തെ കിങ്, നീ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലില്ല എന്ന് പറയും. പക്ഷെ ഉണ്ടപ്പയ്യൻ അവൻ ദേഷ്യപ്പെട്ട് പറയും, തീർച്ചയായിട്ടും നിന്നെ ഞാൻ അതിന് അനുവദിക്കില്ല, ഞാൻ തന്നെയാണ് ഈ ഐലാൻഡിലെ കിങ് എന്ന് അവൻ അടിച്ചു പറയും. അതേസമയം ഇവിടെ ലിറ്റിൽ പ്രിൻസ് അവനാണെങ്കിൽ അവന്റെ പപ്പയെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ലൂഫി അവൻ ലിറ്റിൽ പ്രിൻസിനെ തൂക്കിയെടുത്ത് പറയും, ഒരു കാരണവശാലും നീ ഇത്തരത്തില് ഡൗൺ ആവാനായിട്ട് പാടില്ല, നിന്നോടൊപ്പം ഞാനുണ്ട്. നമ്മൾ അല്പനേരം മുൻപ് ഒരുമിച്ചെടുത്ത ആ ഒരു പ്രോമിസ് അത് ഇത്ര വേഗം നീ മറന്നുപോയോ? ഒരു കാരണവശാലും നമ്മൾ തോറ്റുകൊടുക്കാൻ പാടില്ല. നമ്മൾ വരുംകാല ഹൊക്കാഗയും കിങ്ങുമാണ്. നമ്മുടെ പവർ അത് ആരുടെയും മുൻപിൽ അടിയറവ് വെക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നിന്റെ പപ്പയെ തിരികെ പിടിക്കുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ആത്മവിശ്വാസവും കൂടി വരും. അവരങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അതേസമയം ആ സർക്കസുകാർ അവരവിടേക്ക് വരികയാണ്. ഉടനെ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ധരിപ്പിച്ച് അവരൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ആ ചീഫ് അവനാണെങ്കിൽ ഉണ്ടപ്പന്റെ കഴുത്തിൽ ഒരു കയറിട്ട് ചെറിയൊരു മരത്തടിയിലൂടെ മുൻപോട്ടേക്ക് നടത്തിക്കും. അതിനുശേഷം അവൻ മരിക്കുന്നത് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. ആ സമയം സർക്കസുകാരുടെ കൂടെ നമ്മുടെ ആൾക്കാർ നൈസായിട്ട് ആ കാസ്റ്റിന്റെ മുൻപിലേക്ക് വരികയാണ്. സർക്കസുകാർ ഓരോ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ചീഫിന് അത് കുറച്ച് ഇഷ്ടാവും. ആളുടെ അസിസ്റ്റൻസുമായിട്ട് ആ സർക്കസിൽ അങ്ങനെ മതിമയങ്ങി നിൽക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ ആൾക്കാർ ആ കാസ്റ്റിലേക്ക് കയറി വരികയാണ്. അടുത്ത നിമിഷം ആ സർക്കസ് ആനിമല് അവറ്റകളാണെങ്കിൽ ചുറ്റുമുണ്ടായിരുന്ന വില്ലന്മാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഗ്യാപ്പിൽ കാക്കാഷി അവന്റെ വാട്ടർ പവർ ഉപയോഗിച്ച് സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്യും. ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും പരസ്പരം കൈകോർത്ത് പ്രോമിസ് ചെയ്ത് മുൻപോട്ടേക്ക് നടന്നു വരുമ്പോഴായിരിക്കും ആ ഷിനോബി വില്ലൻ അവൻ മുൻപിലേക്ക് വരിക. ലീ ആണെങ്കിൽ നറൂട്ടോടും ടീമിനോടും അവിടുന്ന് കടന്നു പോകാനായിട്ട് ആവശ്യപ്പെടും. ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് നുഞ്ചാക്ക് കയ്യിലെടുത്ത് ഇപ്പൊ അവനുമായി പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. മറ്റൊരു ഭാഗത്ത് സാക്കുറ അവളാണെങ്കിൽ മറ്റൊരു വില്ലൻ ഷിനോബിയുടെ സ്മെല്ല് അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അവളുടെ കത്തി അത് അവന് നേരെ വലിച്ചെറിയാണ്. ഇവിടെ നറൂട്ടോയും ടീമും ആണെങ്കിൽ ആ മുകളിലേക്ക് കടന്നു വരികയാണ്. അടുത്ത നിമിഷം ആ ചെമ്പം വില്ലൻ അവൻ അവിടേക്ക് വന്ന് നറൂട്ടോയെ കല്ലാക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ സ്മോക്ക് ബോംബ് ഉപയോഗിച്ച് അവനെ ഡൈവേർട്ട് ചെയ്ത് ഉഷാറായിട്ട് ഓടി ടെറസിൽ ഇപ്പോ ആ പ്രിൻസിന്റെ പപ്പ ആള് നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും.
ഇവിടെ നമ്മുടെ റോക്ക്ലി അവനാണെങ്കിൽ അവന്റെ ഗേറ്റ്സ് ഓപ്പൺ ചെയ്ത് 2 നുഞ്ചാക്ക് കയ്യിലെടുത്ത് ആ വില്ലനെ അറഞ്ച പുറഞ്ച് ആഞ്ഞടിച്ച് താഴെയിടും. മറ്റൊരു ഭാഗത്ത് കാക്കാഷി അവൻ ഒരുപാട് സമയം അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനിപ്പോ ടയേർഡാണ്. സാക്കുറയാണെങ്കിൽ നിർത്താതെ അവളുടെ കത്ത് ഉപയോഗിച്ച് ആ പയ്യൻ വില്ലനെ അറഞ്ചം പുറഞ്ചം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആണെങ്കിൽ അവന് ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ആ ചെമ്പം വില്ലനെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് നാറൂട്ടോയുടെ ക്ലൗൺസുകളെ തല്ലി തകർത്ത് നാറൂട്ടോയെ പിടിച്ച് വലിച്ച് തല്ലി അങ്ങനെ തകർത്ത് താഴെയിടുകയാണ്. മറ്റൊരു ഭാഗത്ത് സാക്കുറ അവൾക്കും ആ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയാതെ അവളും തളർന്നു വീഴും. ഇവിടെ നമ്മുടെ റോക്ക്ലി അവനും ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് അങ്ങനെ വീഴുകയാണ്. വില്ലന്മാരാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കാറ്റ് പോയെന്ന് കരുതി അവിടുന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം നറൂട്ടോയും സാക്കുറയും ലീയും അവർ 3 പേരും കണ്ണു തുറന്ന് ആ വില്ലന്മാരുടെ കാല് പിടിച്ചു വലിക്കും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ 9 ടൈൽ മോഡിലേക്ക് പോയി അറ്റാക്ക് ചെയ്യും. അതേസമയം ഇവിടെ ആ ഉണ്ടപ്പൻ അവനാണെങ്കിൽ നിന്നിരുന്ന ആ വുഡ് തകർന്ന് അവൻ താഴേക്ക് വീഴുകയാണ്. ആ ലിറ്റിൽ പ്രിൻസ് ആണെങ്കിൽ ആ കടുവയുടെ ദേഹത്ത് കയറി അവന്റെ അമ്പ് അതങ്ങനെ എയിം ചെയ്യുകയാണ്. അവനാണെങ്കിൽ ആ ഒരു ആരോ അത് ആ കയറിന് നേരെ എയിം ചെയ്ത് വിടുകയാണ്. കയറങ്ങനെ 2ആയിട്ട് കട്ടായി ഇപ്പോൾ ഉണ്ടപ്പനാണെങ്കിൽ താഴെ വന്ന് വീഴും. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ഒരുപാട് ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് ആ വില്ലനെ തകർത്ത് ഇല്ലാതാക്കും. മറ്റൊരു ഭാഗത്തിൽ ആ നുഞ്ചാക്കുകളെല്ലാം കൂട്ടിവെച്ച് വലിയൊരു സ്റ്റിക്കാക്കി മാറ്റി ആ വില്ലനെ ആഞ്ഞടിച്ച് ഇല്ലാതാക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാക്കുറ അവളാണെങ്കിൽ മുകളിലുണ്ടായിരുന്ന ആ ലൈറ്റ് ആ വില്ലന്റെ നേർക്ക് തകർത്തിടും. ഗ്ലാസ് പീസുകൾ കുത്തിക്കയറി അവനും മരിക്കുകയാണ്. പ്രിൻസ് ആണെങ്കിൽ അവന്റെ പപ്പ ഉണ്ടപ്പനെ ഇപ്പൊ കെട്ടിപ്പിടിക്കുകയാണ്. അതേസമയം ഇവിടെ നറൂട്ടോ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്ന ആ ഗ്യാപ്പിൽ മുടിയനാണെങ്കിൽ നറൂട്ടോയുടെ കാല് പിടിച്ച് കല്ലാക്കി മാറ്റുകയാണ്. അവനാണെങ്കിൽ വീണ്ടും റെസർഗൺ ക്രിയേറ്റ് ചെയ്ത് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. പക്ഷേ അവന്റെ ഒരു കാല് അതിപ്പോ കല്ലാണ്. സോ അതുകൊണ്ട് അവനെ കൊണ്ട് നടക്കാനായിട്ട് കഴിയില്ല. ആ ചീഫ് ആണെങ്കിൽ ആ വില്ലൻ ഷിനോബിയെ പിടിച്ചു വലിച്ച് ഇപ്പൊ ഉണ്ടപ്പനെയും പ്രിൻസിനെയും അവരെ 2 പേരെ ഇല്ലാതാക്കാൻ പറയും. ബൈ മിസ്റ്റേക്കിൽ അവന്റെ ആ ഒരു പവറിൽ കയറി പിടിച്ച് ചീഫ് കല്ലായി മാറും. ആ ഗ്യാപ്പിൽ ഉണ്ടപ്പനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നറൂട്ടോയെ തൂക്കിയെടുക്കുകയാണ്. നറൂട്ടോ അവന്റെ കയ്യിൽ റെസർഗൺ പവർ അത് ജയന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് അവന് നേരെ പോവും. പപ്പയെ സപ്പോർട്ട് ചെയ്ത് പ്രിൻസും കട്ടയ്ക്ക് നിൽക്കും. അവരങ്ങനെ ഓടി വന്ന് ആ വില്ലന്റെ നേർക്ക് ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ വില്ലൻ തകരുകയാണ്. സാക്കുറയാണെങ്കിൽ കാക്കാഷി മാസ്റ്റർ അടുത്തേക്ക് വരും. ആൾ ഓക്കെ ആണെന്നറിഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഇവിടെ പ്രിൻസും ഉണ്ടപ്പനും റൂട്ടോയും അവർ ആ വില്ലന്മാരെ കൊന്ന സന്തോഷത്തിൽ അങ്ങനെ ഹാപ്പി ആയിട്ട് കിടക്കുകയാണ്. പ്രിൻസും ഉണ്ടപ്പനും അവർ 2 പേരും ഇപ്പൊ നറൂട്ടോയ്ക്ക് നേരെ കൈ നീട്ടുകയാണ്. ഒരിക്കലും ഞങ്ങളെ സഹായിച്ച നിങ്ങളെ ഞങ്ങൾ മറക്കില്ല. അത് കേട്ട് നറൂട്ടോ ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു ഫിലിമും അവസാനിക്കുന്നു.